ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ട്രാവൽ ഡാറ്റ്സ് വേൾഡ്. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മൾ എയർ ഫ്രൈയിൽ ആദ്യമായിട്ട് ഉണ്ടാക്കാൻ പോകുന്ന ഗ്രില്ലഡ് ചിക്കൻ ഉണ്ടാക്കുമ്പോൾ അപ്പോൾ അതിന് വേണ്ട ബാറ്റർ നമുക്ക് തയ്യാറാക്കണം. അപ്പോൾ അതിന് വേണ്ടി ആദ്യം തന്നെ പുതിനയില എടുക്കുന്നുണ്ട്, മല്ലിയില ഇച്ചിരി, പിന്നെ നമ്മൾ മുട്ട ആഡ് ചെയ്യുന്നുണ്ട്, പിന്നെ മുളക്, പച്ചമുളക്, വെളുത്തുള്ളി, സബോള, ഇഞ്ചി, പിന്നെ യോഗേർട്ട്, പിന്നെ അത് കൂടാതെ മല്ലിപ്പൊടി, മുളക് പൊടി, കാശ്മീരി ചില്ലി, ഇത്രയും സാധനങ്ങൾ നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. ഒപ്പം സോസും കുറച്ച് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. നാരങ്ങ ഇച്ചിരി പിഴിയും. അങ്ങനെ ഇത്ര സാധനങ്ങൾ ആഡ് ചെയ്തിട്ടുള്ള ഒരു ബാറ്ററാണ്. നമുക്ക് അടിച്ചു കഴിഞ്ഞിട്ട് കാണാം. ഇപ്പോൾ നമ്മൾ ചിക്കൻ പുരട്ടി വെച്ചിട്ടുണ്ട്, മസാല ഒക്കെ പുരട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് വന്നിരിക്കുന്നത്. ഇനി നമുക്ക് ഇതൊന്ന് സെറ്റ് ചെയ്യണം. നന്നായി തിരുമ്പി ചിക്കനൊക്കെ ഒന്ന് വരഞ്ഞു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിന് മസാല ഒക്കെ അതിൽ പിടിക്കാൻ വേണ്ടിയിട്ട് അതിന് ശേഷം നമുക്ക് ഇനി 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അപ്പോൾ അതിന് ശേഷം നമുക്ക് കാണാം. അപ്പോൾ നമ്മൾ 1 മണിക്കൂർ കഴിഞ്ഞിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇതിൽ എയർ ഫ്രയറിൽ ഗ്രില്ല് ചെയ്ത് നോക്കാം. ഇനി നമുക്ക് കുറച്ച് ഓയിൽ തടവി കൊടുക്കാം കേട്ടോ. ഞാൻ ഇതിൽ നന്നായിട്ട് ഓയിൽ തടവിയിട്ടുണ്ട്. ഓക്കെ, ഓയിൽ ഇല്ലെങ്കിലും കുഴപ്പമില്ല, നമ്മൾ ജസ്റ്റ് ഒന്ന് ഇതാക്കിയെന്നുള്ളൂ കേട്ടോ. ഇനി നമുക്ക് ഗ്രില്ല് ചെയ്യാം. നമുക്ക് ഓരോന്നോരോന്ന് വയ്ക്കാം. ഇപ്പോൾ ഒരു തൈസ് പീസാണ് നമ്മൾ വാങ്ങിച്ചത് കേട്ടോ. ഫുള്ള് തൈസിൻ്റെ പീസാണ്. ഒരു 10-15 എണ്ണത്തിൻ്റെ സെറ്റാണ് വാങ്ങിച്ചത്. അപ്പം നമ്മളിത് ഇങ്ങനെയാണ് വെക്കേണ്ടത്. ഇങ്ങനെ ആദ്യം നമ്മൾ വെച്ച് കൊടുക്കാം. നമ്മൾ ഫുള്ള് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് ഒരു 40 മിനിറ്റാണ് നമ്മൾ വയ്ക്കുന്നത്. 185 ഡിഗ്രിയിലാണ് ചെയ്യുന്നത്. ഇനി ഇത് കഴിഞ്ഞിട്ട് ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിൽ ബാക്കിയുള്ള മാവ് നമുക്ക് മുകളിൽ കൊടുന്ന് ജസ്റ്റ് ഇതാക്കാം. അപ്പോൾ ഒന്ന് നല്ല ജ്യൂസി ആയിട്ട് നമുക്ക് നല്ല ഗ്രില്ല് ചിക്കന് കിട്ടും. അപ്പോൾ നമുക്ക് നോക്കാം ഗൈസ്. ഇനി നമുക്ക് ഇതൊന്ന് തുറക്കാം കേട്ടോ. അപ്പോൾ ഒരു 25 മിനിറ്റ് വരെ നമ്മൾ വെച്ചിട്ട് ഇനി നമുക്കിതൊന്ന് എടുത്ത് നോക്കാം ഗൈസ്. അപ്പോൾ ഏകദേശം റെഡി ആയിട്ടുണ്ട്. 40 മിനിറ്റ് നമ്മൾ വെച്ചിട്ടുണ്ട് കേട്ടോ, കുക്കായിട്ട്. ഇനി നമുക്കൊന്ന് മറിച്ചിടാം. എന്നിട്ടൊരു 10 മിനിറ്റ് നോക്കാം. ഓക്കെ, മറിച്ചിടാണ് കേട്ടോ. വേണ്ട, അപ്പോൾ ഈ ഒരു ഭാഗം കൂടെ കുക്കാവുന്നുണ്ട്. അപ്പം നമുക്ക് എല്ലാതും ഒന്ന് മറിച്ചിടാം. നമ്മൾ എല്ലാം മറിച്ചിട്ടുണ്ട്. നമ്മൾ ഇതിൻ്റെ മുകളിൽ കൂടി മറ്റേ ബാക്കി ഉണ്ടായിരുന്ന മസാല ഒന്ന് പെറ്റാണ് കേട്ടോ. കുറച്ചുകൂടി നല്ല ജ്യൂസി ആയിട്ടുള്ള ഇത് ചിക്കൻ ഗ്രില്ല് ചെയ്ത് നമുക്ക് കിട്ടും. അപ്പം എല്ലാത്തിനും ഞാൻ കുറേശ്ശെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഗൈസ്. നല്ലപോലെ വേണം. അപ്പം ഇനി ഒരു 10-15 മിനിറ്റ് കൂടി ഇട്ടാൽ മതി. അടുത്ത സൈഡ് നമുക്ക് ചെയ്യാം. ഇനി നമുക്ക് ഇത് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി ചിക്കൻ റെഡി ആയിട്ടുണ്ട് ഗൈസ്. ഇനി നമുക്ക് ഫ്രഞ്ച് ഫ്രൈസ് ഒന്ന് വറുക്കാം ഇതിൽ. അപ്പോൾ ഇത് നമുക്കൊരു 10 മിനിറ്റ് ഇങ്ങനെ ഇട്ട് കൊടുക്കും. നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. നല്ല സ്ലൈസ് ആക്കിയിട്ടാണ് നമ്മൾ ഇട്ടേക്കുന്നത് കേട്ടോ. ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഗ്രില്ല് ചിക്കൻ നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഗ്രില്ല് ചിക്കനായി, ഫ്രഞ്ച് ഫ്രൈസും റെഡി ആയിട്ടുണ്ട്, സലാഡ് നമ്മൾ ഡെക്കറേഷന് വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കിയാലോ. ഒരു ഗ്രില്ല് ചിക്കൻ എടുക്കണം. അല്ല, മസാല അടിപൊളി. മസാലയുടെ ടേസ്റ്റും ചിക്കനും പൊളി സാധനം. അപ്പോൾ എല്ലാവരും എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കാം.
അപ്പോൾ എയർ ഫ്രയറിൽ ഇങ്ങനെ ഈസി ആയിട്ട് ഓയിൽ ഫ്രീ ആയിട്ട് നമുക്ക് ഉണ്ടാക്കാന്നുള്ളത് കണ്ടില്ലേ. ഇനി അടുത്ത വീഡിയോയുമായിട്ട് നമുക്ക് കാണാം. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യണേ. ഇനി വേറെ ഏതെങ്കിലും റെസിപ്പി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. അപ്പം ഞാനത് ചെയ്ത് കാണിച്ചു തരാം.